ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ 4 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കനത്തിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് പൊട്ടറ്റോ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ കളറെല്ലാം മാറിയിട്ട് കാണാനൊരു എന്തോ ഒരു പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തു. പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടുകും അതുപോലെ ചെറിയ ജീരകം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതും കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ലാസ്റ്റ് നമുക്കിതിന് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയേ. ഇനി നമുക്കിതിലേക്ക് 2-3 തണ്ട് കറിവേപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നേരത്തെ കഴുകിയെടുത്ത കറിവേപ്പാണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. അതല്ലെങ്കിൽ വെള്ളത്തോടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പൊട്ടലും ചീറ്റലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കണും അമർത്തണം. അങ്ങനെ നമ്മുടെ കറിവേപ്പും വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് ഞാനിവിടെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറി വരുമൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ, അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കേട്ടോ, കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ടൊരു 4 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ മുകളിലുള്ള പൊട്ടറ്റോ ഒന്നും വെന്ത് കിട്ടൂല കേട്ടോ, കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടൂല. അപ്പോൾ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 4 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ ഒരു 1/4 ഭാഗം വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 ഭാഗം വരെ മാത്രം വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഇത് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ അതല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തി കേട്ടോ. കസൂരി മേത്തി നമുക്ക് കൈകൊണ്ട് തിരുമ്മിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടിയിട്ട് മിക്സാക്കിയിട്ടാണ്. രണ്ടും പകുതി ആക്കിയിട്ട് മിക്സാക്കി വെച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലതുപോലെ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കുറവേനു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നമ്മുടെ പൊട്ടറ്റോയുടെ മുകളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം കേട്ടോ. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഒരുപാട് ഉടഞ്ഞു പോകാതെ മെല്ലെ മെല്ലെ നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ ഇത് പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ, പക്ഷെ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല.
അപ്പോൾ ഞാനിതവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പ് ഇത് കൈകൊണ്ട് തിരുമ്മിയിട്ട് നല്ലതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പച്ചമുളക് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ലാസ്റ്റ് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഒരുപാട് എരിവില്ലാണ്ട് തയ്യാറാക്കുന്നതായിരിക്കും അല്ലേ നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ.